അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഗൾഫിക്കൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രൈ ഫ്രൈ ആയിട്ടുള്ളൊരു ബീഫ് റെഡിയാക്കാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ 3 കിലോ ബീഫ് എടുത്തിട്ടുള്ളതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് തോനെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ബീഫ് ഞാൻ കുക്കറിൽ വേവിക്കുന്നവർക്ക് കുക്കറിൽ വേവിക്കാം. കുക്കറിൽ ഓവറായിട്ട് വെന്ത് പോയാലോ ശേഷം അടുപ്പിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുപ്പിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് ഈ ഒരു വെള്ളം വറ്റുന്ന വരെ ഒന്ന് നോക്കുക. വെള്ളം വറ്റി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വെന്തോന്നൊന്ന് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ നല്ല ബലമാണെങ്കിൽ വീണ്ടും അതിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതായത് ഓരോ ബീഫിൻ്റെ മൂപ്പിനനുസരിച്ചാവുമല്ലോ വേവ്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് വീണ്ടും ഞാൻ നന്നായിട്ട് അടുപ്പ് കത്തിച്ച് നല്ലപോലെ വേവിച്ചെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് മല്ലി വറുത്ത് പൊടിച്ചു. നല്ല സ്മെല്ലാവും കേട്ടോ വറുത്ത് പൊടിച്ച മല്ലി നമ്മൾ അപ്പോഴേക്കും ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ മല്ലിയൊക്കെ വറുത്ത് പൊടിച്ച് അരിച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ ബീഫിലെ വെള്ളമൊക്കെ വറ്റി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഓവറായി വെന്തും പോകരുത്. അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മല്ലി കുറച്ചായിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് മുറുക്കിയെടുക്കുക. അതായത് നല്ലപോലെ മല്ലി ഇട്ടിട്ട് ഇങ്ങനെ ഡ്രൈ ആക്കി ഇളക്കി കൊടുത്ത് നന്നായിട്ട് എടുക്കണം. എന്നിട്ടിങ്ങനെ ആ ഒരു ചൂടിലിരുന്നിട്ട് ഇങ്ങനെ വെള്ളം കംപ്ലീറ്റ് വറ്റിയിട്ട് ഇങ്ങനെ പടപടപടാന്ന് ഒരു പൊട്ടണ ഒരു സ്റ്റേജ് വരും. ആ ഒരു സ്റ്റേജ് വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ ഡ്രൈ ആക്കി എടുത്ത ബീഫ് പെട്ടെന്ന് കേടുവരും ഒന്നുമില്ല. ഇനി ഇതിനെ നല്ലപോലെ ചൂടാറി പാക്ക് ചെയ്ത് നമുക്ക് ഗൾഫിലേക്ക് കൊടുത്തയക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ അതിൻ്റെ പണി. ഇനി അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് അതിന് കുറച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിൽ മാറ്റിയെടുക്കാം കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ചൂടാക്കിയിട്ട് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം. അല്ലാതെ നമുക്കിങ്ങനെ ഗ്രേവി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ട് നല്ലപോലെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഉള്ളി നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ലപോലെ ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ഇട്ടിട്ട് നന്നായിട്ട് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം കൂടുതൽ എരിവ് വേണ്ട പറഞ്ഞിട്ടാണ് ഞാനതിൽ മുളക് പൊടി ഇട്ടിട്ടില്ല. ഫുള്ള് കാശ്മീരി ചില്ലിയും കുരുമുളകുമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കി തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആ തക്കാളിയും കൂടി ഒന്ന് റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഈ ഒരു നമ്മളിട്ട ഉള്ളിയിലും തക്കാളിക്കും ഒക്കെ ആയിട്ടുള്ള ഒരു മസാല കേട്ടോ. 1 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുക. എന്നിട്ട് ഈ ഒരു മസാലയിലേക്ക് പിടിച്ചതിന് ശേഷം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ബീഫൊക്കെ ആവശ്യത്തിന് വെന്ത് റെഡി ആയിട്ടുള്ള ബീഫ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല. ഈ ഒരു ഗ്രേവി ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കുക. അതിന് ശേഷം നമ്മളിവിടെ ഡ്രൈ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഫ് കുറച്ച് എടുത്തിട്ട് ഈ ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബീഫിലുള്ള മസാലയും അതുപോലെ ഈ ഒരു അതിലിട്ട മസാല എല്ലാം കൂടി ഒന്ന് സെറ്റായി റെഡിയായി വരണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സൂപ്പർ ബീഫ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. 2 കറിവേപ്പിലയൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇന്നുണ്ടാവും അടിപൊളി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.